തിരുവനന്തപുരം ജില്ലയിൽ കല്ലറയ്ക്കടുത്തായി പാലോട് എന്ന സ്ഥലത്ത് കാടിന് നടുവിലൂടെയുള്ള ഒരു റോഡ്. അവിടെ എസ് ആകൃതിയിലുള്ള ഒരു വളവുണ്ട്. അത് എല്ലാവർക്കും സുപരിചിതമായ സുമതി വളവ്. രാത്രിയിൽ ഈ വഴി പോകാൻ ആരുമാണ് മടിക്കും. വാഹനങ്ങളുടെ എൻജിൻ ഇവിടെ എത്തുമ്പോൾ തനിയെ ഓഫാകും. ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർ എടുത്തെറിയപ്പെടും. രാത്രികാലങ്ങളിൽ വെള്ളവസ്ത്രം ധരിച്ച സ്ത്രീയെ കണ്ടവർ ഏറെ. ഈ വളവിന് ഒരു കഥ പറയാനുണ്ട്. സുമതിയുടെ കഥ. സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ള കുടുംബത്തിൽ ജനിച്ച ഒരു യുവതിയായിരുന്നു സുമതി. അരിക്കച്ചവടക്കാരിയായിരുന്നു അവളുടെ അമ്മ. തൻ്റെ അയൽക്കാരനായിരുന്ന താണു മുതലാളിയുടെ വീട്ടിൽ വേലക്കാരിയായി സുമതി ജോലി ചെയ്യവെയാണ് എല്ലാത്തിനും തുടക്കം. താണു മുതലാളിക്ക് ഒരേയൊരു മകൻ രത്നാകരൻ. സുന്ദരിയായ സുമതിയെ കണ്ട് രത്നാകരന് അവളോട് ഇഷ്ടം തോന്നി. വിവാഹ വാഗ്ദാനം നൽകി അയാൾ അവളെ ഗർഭിണിയാക്കി. പക്ഷേ പ്രതാപിയായ അയാൾ അവളെ വിവാഹം കഴിക്കാൻ തയ്യാറായില്ല. സങ്കടം സഹിക്കാതെ സുമതി നാട്ടുകാരോട് എല്ലാം വെളിപ്പെടുത്തുന്നു. ഇതോടെ താണു മുതലാളിക്കും കുടുംബത്തിനും നാട്ടിൽ ചീത്തപ്പേരായി. രത്നാകരന് അവളോട് പകയായി. 1953 ജനുവരി 27 ചൊവ്വാഴ്ച രാത്രി രത്നാകരൻ തൻ്റെ അംബാസഡർ കാറിൽ തൻ്റെ സുഹൃത്തിനൊപ്പം സുമതിയെ കാണാൻ എത്തുന്നു. നമുക്ക് തമിഴ്നാട്ടിലേക്ക് ഒളിച്ചോടാമെന്ന് രത്നാകരൻ സുമതിയോട് പറയുന്നു. പാങ്ങോട് മാതിരി ക്ഷേത്രത്തിലെ തിരുവാതിര ഉത്സവം കണ്ട് തമിഴ്നാട്ടിലേക്ക് പോകാമെന്ന് അവർ തീരുമാനിക്കുന്നു. വണ്ടി മുന്നോട്ട് നീങ്ങവേ വഴിയിൽ വെച്ച് കാർ ദിശ മാറി സഞ്ചരിക്കുവാൻ തുടങ്ങി. സുമതി സംശയം പ്രകടിപ്പിച്ചു. ഇത് അമ്പലത്തിലേക്കുള്ള ഒരു എളുപ്പവഴിയാണെന്ന് രത്നാകരൻ പറഞ്ഞു. കാർ മുന്നോട്ട് പോകവേ രത്നാകരനും സുഹൃത്തും തമ്മിൽ രഹസ്യ സംഭാഷണം നടത്തുന്നത് സുമതിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. തന്നെ അപായപ്പെടുത്തുകയാണ് അവരുടെ ലക്ഷ്യമെന്ന് സുമതിക്ക് മനസ്സിലായി. സുമതി കാറിൽ നിന്ന് എടുത്ത് ചാടി. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച അവളെ ഒരു വളവിൽ വെച്ച് അവർ പിടികൂടി. തൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഓർത്തെങ്കിലും വെറുതെ വിടണമെന്ന് അവൾ കേണപേക്ഷിച്ചു. പക്ഷേ അവർ അവളെ കഴുത്തറുത്ത് കൊല്ലുകയാണ് ചെയ്തത്. അതിനുശേഷം രത്നാകരനും സുഹൃത്തും അവിടെ നിന്ന് രക്ഷപ്പെട്ടു. പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം കാട്ടിൽ ഈറ്റ ശേഖരിക്കാൻ പോയ ആദിവാസി സ്ത്രീകൾ സുമതിയുടെ അഴുകിയ മൃതദേഹം കണ്ടെത്തുന്നു. ഒളിവിലായ രത്നാകരനെയും സുഹൃത്തിനെയും പോലീസ് പിടികൂടുന്നു. കോടതി അവർക്ക് 15 വർഷം തടവ് ശിക്ഷ വിധിക്കുന്നു. 15 വർഷത്തെ ശിക്ഷ കഴിഞ്ഞ് തിരിച്ചെത്തിയ അവർക്ക് സ്വാഭാവിക മരണമാണ് ഉണ്ടായത്. എന്നാൽ സുമതി വളവിലുണ്ടായ അസ്വാഭാവിക സംഭവങ്ങൾ ജനങ്ങളിൽ ഭീതി പടർത്തി. കൊടും കയറ്റമായ അവിടെ വാഹനങ്ങൾ നിൽക്കുന്നത് ശരിയായ ഗിയറിൽ ഓടിക്കാത്തതുകൊണ്ടാകാം. ഇരുചക്ര വാഹനങ്ങളിൽ നിന്ന് എടുത്തെറിയപ്പെടുന്നതും വെള്ളവസ്ത്രം ധരിച്ച സ്ത്രീയെ കണ്ടതും സാമൂഹ്യ വിരുദ്ധർ സുമതി വളവ് തങ്ങളുടെ താവളമാക്കാൻ കെട്ടിച്ചമച്ച കഥയുമാകാം. എങ്കിലും ഈ 21-ാം നൂറ്റാണ്ടിലും സുമതി വളവ് നിഗൂഢതയായി തുടരുന്നു.